തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന അപകടം. കടലിൽ വീണ 15 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. കെ സ്റ്റെഫിൻ ഉണ്ട്. സ്റ്റെഫിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് നടന്നത്? അല്പം മുമ്പാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. നമുക്കറിയാം, വർക്കലയിൽ ഏറെ കൊണ്ടുവന്ന വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നാണ് അപകടമുണ്ടായത്. കടലിൽ വീണ 15 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. കെ സ്റ്റെഫിൻ തുടരുന്നു. സ്റ്റെഫിൻ, തുടരാം. സേതുലക്ഷ്മി, അല്പം മുമ്പായിരുന്നു വർക്കലയിൽ ഈ ദാരുണമായ അപകടം ഉണ്ടായത്. 15 പേരോളമാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായ വിവരങ്ങളാണ്. 2 പേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 15 പേരെയും ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കടൽ വളരെയധികം പ്രക്ഷുബ്ധമായിരുന്നു. ആ സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറി അതിൻ്റെ കൈവരി തകർന്നാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് അവിടുത്തെ ദൃക്സാക്ഷികളോടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ടൂറിസം വകുപ്പിൻ്റെ ഒരു അഭിമാന പദ്ധതിയായി തന്നെ കൊണ്ടുവന്നതാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. കേരളത്തിലെ തന്നെ ഒരു ആദ്യത്തെ ഒരു സംരംഭമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒട്ടേറെ ആളുകൾ ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് വരാനും ഈ സ്ഥലമൊക്കെ സന്ദർശിക്കാനും ഒക്കെ വരുന്നത് പതിവായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ളൊരു തിരക്ക് പലപ്പോഴും ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് ഉണ്ട്. വർക്കലയിൽ ഇപ്പോൾ കൂടുതലായി ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ അല്പം മുമ്പാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം. 15 പേരെ ഇപ്പോൾ ഏതായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുമാരും ഒക്കെയാണ് ഈ ആളുകളെ കരയിലേക്ക് എത്തിച്ചത്. ഈ ഒരു ഭാഗത്തെ കൈവരി തകർന്ന് ഈ ആളുകളെല്ലാം തന്നെ കടലിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇവരുടെയൊക്കെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ട്. ശരി സ്റ്റെഫിൻ, എന്താണെങ്കിലും അതിദാരുണമായ സംഭവം തന്നെയാണ്. കേരളത്തിൽ തന്നെ ടൂറിസം രംഗത്ത് മികച്ച ഒരു കാഴ്ചയായിരുന്നു ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇപ്പോൾ തകർന്നത്.